നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സംസ്ഥാന തെരഞ്ഞെടുപ്പിനായി ബി.ജെ.പി. ദേശീയ നേതൃത്വം അനുവദിച്ച ഫണ്ടിൽ സംസ്ഥാന ഘടകം വൻ ക്രമക്കേട് നടത്തിയതായ ആരോപണം പുതിയ തലങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആരോപണങ്ങൾ നിഷേധിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസ്താവന പുതിയ ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു ജനാധിപത്യ പാർട്ടിയിൽ അച്ചടക്ക നടപടി സാധാരണമാണെന്നും ഇത്തരം ആഭ്യന്തര കാര്യങ്ങൾ പൊതുജനങ്ങളെയോ മാധ്യമങ്ങളെയോ അറിയിക്കേണ്ടതില്ലെന്നുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനയിലുള്ളത്. വിവാദം കേരള ബി.ജെ.പിയെ പിടിച്ചു കുലുക്കുകയാണ്. മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് പുറത്തു വന്നതെന്നും പാർട്ടി അക്കൗണ്ടുകൾ വിശദമായി ഓഡിറ്റ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നും പാർട്ടി വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. നിരവധി സംസ്ഥാന നേതാക്കൾ സംശയദൃഷ്ടിയിലാണ്. ഒരു സംസ്ഥാന സെക്രട്ടറി, ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, ഒരു മേഖലാ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് തിരിമറി ആരോപണം. മറ്റൊരു സെക്രട്ടറിക്കും യൂത്ത് നേതാവിനുമെതിരെയും ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ ഫണ്ട് ജില്ലാ ഘടകങ്ങൾക്ക് വീതിച്ചു നൽകുമ്പോഴാണ് തിരിമറി നടന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം വിവാദം അവസാനിപ്പിക്കുന്നതിനു പകരം ഫണ്ട് ദുരുപയോഗം നടന്നെന്ന സംശയത്തിന് ബലം നൽകുന്നതാണ്. കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി അയച്ച കോടിക്കണക്കിന് രൂപ ജില്ലകൾക്കും സ്ഥാനാർത്ഥികൾക്കും പൂർണ്ണമായും ലഭിച്ചില്ലെന്നായിരുന്നു വ്യാപകമായ പരാതി. ഇത് ഭരണപരമായ വീഴ്ചയായാണ് ആദ്യം കണ്ടതെങ്കിലും പരാതി വ്യാപകമാണെന്ന് കണ്ടെത്തി. ചില നേതാക്കൾ തിരിമറി നടത്തിയതാണോ എന്ന സംശയം ബലപ്പെടുകയും ചെയ്യുകയാണ്. ഇതോടെയാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടത്. തുടർന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ അക്കൗണ്ടുകൾ വിശദമായി ഓഡിറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. വിവാദം തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകിയ പാർട്ടി പതാകകൾ ഉപയോഗിക്കാതെ സ്വകാര്യ ഏജൻസിയിൽ നിന്ന് പതാകകൾ വാങ്ങുകയും അതിലൂടെ വൻ കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്തെന്ന ഗുരുതരാരോപണവും ഉയർന്നിട്ടുണ്ട്. ചില നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചെന്ന പേരിൽ പ്രചരിക്കുന്ന സർക്കുലർ വ്യാജമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം. എന്നാൽ ഫണ്ട് ഓഡിറ്റ് നടക്കുന്നതും പരാതികൾ പരിശോധിക്കുന്നതും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ആരോപണ വിധേയരായ നേതാക്കളെ താൽക്കാലികമായി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താൻ നിർദ്ദേശം നൽകിയെന്ന വാർത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് നിഷേധിച്ചു. തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയെന്ന് ആഘോഷിച്ച കേരള ബി.ജെ.പി. ഇപ്പോൾ സ്വന്തം തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കണക്ക് പറയേണ്ട അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഓഡിറ്റ് പൂർത്തിയായാൽ ആരുടെയൊക്കെ സ്ഥാനം തെറിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതല്ലെങ്കിലും കേരളത്തിൽ കുറേ കാലമായി നിൽക്കുന്ന രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നേതാക്കളെല്ലാം ബി.ജെ.പിയിലേക്ക് പോകുന്നത് സ്ഥാനത്തിന് വേണ്ടി. ബി.ജെ.പിയിലെ നേതാക്കളാകട്ടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയല്ല പ്രധാനം, എങ്ങനെയെങ്കിലും രണ്ട് കാശുണ്ടാക്കുക എന്നുള്ളതാണ്. ആ കാശിന്റെ പിന്നാലെ പോയിട്ടാണ് കേരളത്തിലെ ബി.ജെ.പി. ഇപ്പോഴും ഉപ്പുവച്ച കലം പോലെ നിൽക്കുന്നത്.